നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യത എന്നാണ് മുന്നറിയിപ്പ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള ചൂടാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും രേഖപ്പെടുത്തുന്നത്. ഒരു 10:03 വരെയുള്ള സമയങ്ങളിൽ മലയാളികൾക്ക് പുറത്തിറങ്ങാൻ പോലും സാധിക്കാത്ത അത്രയും കഠിനമായിട്ടുള്ള ചൂടാണ് അനുഭവപ്പെടുന്നത്. വീടിനകത്തിരുന്നാലും ചൂടെടുത്ത് മലയാളികൾ നട്ടം തിരിയുന്ന അവസ്ഥയാണ് ഉള്ളത്. ഇപ്പോൾ അതിനൊരു ആശ്വാസമായിട്ടാണ് വേനൽ മഴ മുന്നറിയിപ്പ് വരുന്നത്. പക്ഷേ പലയിടങ്ങളിലും ഇത്തരത്തിലൊരു ഇരുണ്ട കാലാവസ്ഥ വന്ന് മഴ പിന്നീട് പെയ്യാതാകുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ വന്നിട്ടുള്ള കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഴ മുന്നറിയിപ്പ് ഇങ്ങനെയാണ്. ഇന്നു മുതൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടി ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഏപ്രിൽ അവസാന വാരത്തോടെ വേനൽ മഴ ശക്തമാകുമെന്നും റിപ്പോർട്ടുണ്ട്. നാളെ മുതൽ ചൂടിൽ അല്പം ആശ്വാസം ഉണ്ടായേക്കുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. തിങ്കളാഴ്ച മുതലാണ് എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട നേരിയ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെടുന്നത്. മഴയ്ക്കൊപ്പം ഇടിമിന്നലും ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കത്തിക്കാളുന്ന കൊടും ചൂടിന് ലേശം ആശ്വാസമായി വേനൽ മഴ ഇന്ന് പെയ്തിറങ്ങും. കഴിഞ്ഞ ദിവസങ്ങളിലും പല ജില്ലകളിലും അതിശക്തമായിട്ടുള്ള മഴ പെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കൊച്ചിയിൽ പല മേഖലകളിലും അതിശക്തമായിട്ടുള്ള മഴ ഇന്നലെ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ 1 മണിക്കൂറിലധികം അതിശക്തമായിട്ടുള്ള വേനൽ മഴ കിട്ടിയതാണ്. അല്പം ചൂടിന് ആശ്വാസമാണെങ്കിലും അതിശക്തമായിട്ടുള്ള മഴയിൽ ഒപ്പം വീശുന്ന ശക്തമായ കാറ്റിൽ പല ഭാഗങ്ങളിലും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആലുവയിൽ ഉൾപ്പെടെ ജില്ലയിൽ പലയിടത്തും കാറ്റിലും മഴയിലും മരങ്ങൾ കടപുഴകി. കാറ്റിൽ മരങ്ങൾ വീണതിനെ തുടർന്ന് ചില പ്രദേശങ്ങളിൽ ഗതാഗതവും വൈദ്യുതി ബന്ധവും തടസ്സപ്പെട്ടു. ആലുവ കരുമാലൂരിൽ വീടിന്റെ മേൽക്കൂര പറന്നുപോയി. ആർക്കും പരിക്കില്ല. പെയ്ത വേനൽ മഴ കൊച്ചി നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ചൂടിന് വലിയ ശമനമാണ് നൽകിയത്. ഒപ്പം തന്നെ വയനാട്ടിലും ഇടുക്കിയിലും ഇന്നലെയും ശക്തമായ വേനൽ മഴ ലഭിച്ചിട്ടുണ്ട്. ഇവിടെയും മരങ്ങൾ കടപുഴകുകയും ഗതാഗത തടസ്സമുണ്ടാകുകയും ചെയ്തു. ചില പ്രദേശങ്ങളിൽ അവിടെ വൈദ്യുതി ബന്ധവും തടസ്സപ്പെട്ടു. മീനങ്ങാടിയിലും ശക്തമായ കാറ്റും ആലിപ്പഴ വർഷവും ഉണ്ടായി. പാപ്പളശ്ശേരി, അഴീക്കോട് നഗർ, കവളമറ്റും ഭാഗങ്ങളിലും പെയ്ത മഴയിൽ വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മൂന്നാനാക്കുഴി റോഡിന് കുറുകെ മരം വീണു. വൈകിട്ട് 3 മണിയോടെ കൂടിയാണ് അവിടെ മഴ ആരംഭിച്ചത്. ഏപ്രിൽ അവസാന വാരത്തോടെ വേനൽ മഴ ശക്തമാകുമെന്നും റിപ്പോർട്ടുണ്ട്. നാളെ മുതൽ ചൂടിൽ അല്പം ആശ്വാസം ഉണ്ടായേക്കുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. അതേസമയം വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ ലഭിച്ചു. മീനങ്ങാടിയിൽ ശക്തമായ കാറ്റും ആലിപ്പഴ വർഷവും ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ പല ഭാഗങ്ങളിലും റോഡിന് കുറുക്കി മരം വീണിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അവിടെ വൈകിട്ട് 3 മണിയോട് കൂടിയാണ് മഴ ആരംഭിച്ചത്. കൊച്ചി നഗരത്തിലും എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും ഇന്നലെ വൈകിട്ട് 2 മണിക്കൂറോളമാണ് അതിശക്തമായ മഴ നിർത്താതെ അവിടെ ലഭിച്ചത്. പലയിടത്തും മരങ്ങൾ കടപുഴകി വീണു. ഏഴിക്കര പഞ്ചായത്തിലും 2 വീടുകൾക്ക് മുകളിൽ മരം വീണ് കേടുപാടുണ്ടായി. പെരുവാരം മഹാദേവ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നിർമ്മിച്ച താൽക്കാലിക പന്തലിന്റെ ഷീറ്റുകളും കാറ്റത്ത് പറന്നുപോയിട്ടുണ്ട്. ഒപ്പം തന്നെ അവിടെയുള്ള ഒരു സഹകരണ ബാങ്ക് ഹെഡ് ഓഫീസിന് സമീപവും കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് മേൽക്കൂര വീണ് ബാങ്കിന്റെ വാഹനങ്ങൾക്ക് കേടുപാടുകളുണ്ടായി. ഇടുക്കി ഹൈറേഞ്ചിലും വേനൽ മഴ ലഭിച്ചു. ദേശീയപാത 85-ലും നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള പല ഭാഗങ്ങളിലും മരങ്ങൾ കടപുഴകി വീണു. പലയിടത്തും ഗതാഗതവും തടസ്സപ്പെട്ടിരുന്നു. സംസ്ഥാനത്ത് പക്ഷെ കൊടും ചൂട് തുടരുകയാണ്. ഇടുക്കിയും വയനാടും ഒഴികെയുള്ള ജില്ലകളിലെല്ലാം തന്നെ ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരുകയാണ്. പാലക്കാട്, കൊല്ലത്തുമാണ് ഏതാനും ദിവസമായി ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തുന്നത്. പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസിലേക്കും കൊല്ലത്ത് 38 ഡിഗ്രി സെൽഷ്യസിലേക്ക് പകൽ ചൂട് ഉയരുമെന്നാണ് റിപ്പോർട്ട്. ഒപ്പം രൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധിയും നേരിടുകയാണ് സംസ്ഥാനം. തുടർച്ചയായ 2ാം ദിവസവും ഇതാദ്യമായി വൈദ്യുതി ഉപഭോഗത്തിൽ റെക്കോർഡിട്ടു. ഇന്നലത്തെ ഉപയോഗം 117.15 ദശലക്ഷം യൂണിറ്റാണ്. വൈദ്യുതി ആവശ്യകത 6033 മെഗാവാട്ടായി കൂടി. കൊച്ചിയിൽ ഞായറാഴ്ച വൈകിട്ട് പെയ്ത വേനൽ മഴയിലും ശക്തമായ കാറ്റിലും വ്യാപകമായിട്ടുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. പലയിടത്തും വീടുകൾ തകർന്നു. കൃഷിനാശവും ഉണ്ടായി. റോഡിലേക്ക് മരവും വീണ് ഗതാഗതവും വൈദ്യുതി തടസ്സവും ഉണ്ടായി. എലൂക്കര മസ്ജിദ് റോഡിലും പുള്ളൂർ പുള്ളിക്കാവ് അമ്പലത്തിൽ സമീപവുമായി 5 വൈദ്യുതി തൂണുകൾ ഒടിഞ്ഞു.
പറവൂർ സ്വദേശി സേതുമാധവന്റെ വീടിന് മുകളിലേക്ക് തേക്ക് മറിഞ്ഞു വീണു. ഫെറി ജംഗ്ഷന് സമീപവും ഒരു വീടിന് മുകളിലേക്ക് തെങ്ങ് മറിഞ്ഞു വീണു. ഒപ്പം പെരുമ്പടന്ന, കല്ലൂച്ചിറ, പൂയപ്പിള്ളി, ചക്കരക്കടവ് പ്രദേശങ്ങളിലും കാറ്റിൽ ചീനവലകൾ വീണു. കോഞ്ഞാട്ടുപറമ്പിൽ ലാലു, നികത്തിൽ കരുണാകരൻ, സെൽവി, നികത്തിൽ സിദ്ധാർത്ഥൻ, പ്രകാശൻ എന്നിവരുടെ വലകളാണ് തകർന്നത്. പഴയ ദേശീയപാതയിൽ പാർക്ക് ചെയ്തിരുന്ന കാറിന് മുകളിലും മരത്തിന്റെ ചില്ലകൾ വീണിട്ട് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. യാത്രക്കാരുണ്ടായിരുന്നില്ല, അതുകൊണ്ട് മറ്റുള്ള ആപത്തുകളൊന്നും തന്നെ സംഭവിച്ചില്ല. പെരുമ്പാവൂരിൽ കൂവപ്പടി, കോടനാട്, നെടുമ്പാറ, കുറുപ്പംപടി, മുടിക്കരായി എന്നിവിടങ്ങളിലും കാറ്റിൽ മരങ്ങൾ വീണു. പൂപ്പാരി റോഡിലും വൈദ്യുതി ഭവന് മുന്നിൽ തേക്ക് റോഡിലേക്ക് മറിഞ്ഞ് അവിടെയും ഗതാഗതവും വൈദ്യുതി തടസ്സവും അനുഭവപ്പെട്ടു. ഒപ്പം തന്നെ ഏകദേശം അവിടെയുള്ള ഒരു ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ 200 വർഷം പഴക്കം കരുതുന്ന ആൽമരം മറിഞ്ഞ് കെട്ടിടത്തിലേക്കും പാർക്ക് ചെയ്തിരുന്ന കാറിന്റെ മുകളിലേക്കും മറിഞ്ഞു. ബാങ്ക് ജംഗ്ഷൻ ബസ് സ്റ്റോപ്പിന് സമീപവും തണൽമരം മറിഞ്ഞു. UC കോളേജ് കടൂപ്പാടത്തെ വാഴകൃഷിയും അതിശക്തമായിട്ടുള്ള മഴയിലും കാറ്റിലും നശിച്ചിട്ടുണ്ട്. ഒപ്പം വിമാനത്താവള റോഡിലും 20ഓളം വലിയ ഹോർഡിങ്ങുകൾ കാറ്റിൽ നിലം പതിച്ചു. ഇടക്കൊച്ചിയിൽ 11 kV ലൈനിലേക്ക് തെങ്ങ് മറിഞ്ഞ് വൈദ്യുതി തടസ്സപ്പെട്ടു. മൂവാറ്റുപുഴയിൽ വീടുകൾക്ക് മുകളിൽ മരം വീണ് കേടുപാടുകളുണ്ടായി. റബ്ബർ, റംബൂട്ടാൻ, ജാതി, കപ്പ, പച്ചക്കറി കൃഷി, വാഴകൾ തുടങ്ങിയവ കാറ്റിൽ നശിച്ചു. നിരപ്പ് പാപ്പള ഭാഗത്ത് വീടിന് മുകളിൽ മരം വീണു. ഒപ്പം തന്നെ ആട്ടായം, കാരിക്കുഴി ഭാഗത്തും ഒരു വീട്ടിലും മരം വീണിട്ടുണ്ട്. പല ഭാഗങ്ങളിലും പല പഞ്ചായത്തുകളിലുമായിട്ട് പല വീടുകൾക്ക് മുകളിലും മരവും അതുപോലെ തന്നെ പല ഭാഗങ്ങളിലും മരച്ചില്ലകളും തകർന്നു വീണിട്ട് ഭാഗികമായിട്ടും പൂർണ്ണമായിട്ടുള്ള നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. പല മേഖലകളിലും അതിശക്തമായിട്ടുള്ള മഴ പെയ്തതാണ് ഇത്തരത്തിൽ മരങ്ങൾ കടപുഴകി വീഴാനായിട്ടുള്ള കാരണം. ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങൾ വരെ അതികഠിനമായിട്ടുള്ള ചൂടാണ് രേഖപ്പെടുത്തിയത്. പക്ഷേ വേനൽ മഴ പെയ്തപ്പോൾ അല്പം ആശ്വാസം ചൂടിന് ഉണ്ടായിരുന്നെങ്കിലും വലിയ നാശനഷ്ടങ്ങളാണ് അവിടെയുള്ള വീടുകൾക്കും റോഡുകൾക്കും സംഭവിച്ചിരിക്കുന്നത്. പല ഭാഗങ്ങളിലും റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ശ്രീമൂലനഗരം പഞ്ചായത്ത് വെള്ളാരപ്പള്ളി, ശ്രീഭൂതപുരം, കല്ലയം, കുഴിപ്പള്ളം, ചൊവ്വര, കൊണ്ടോട്ടി പ്രദേശങ്ങളിലും വാഴത്തോട്ടങ്ങളെല്ലാം തന്നെ നശിച്ചു. അവിടെയുള്ള പല മേഖലകളിലും വൈദ്യുതി പോസ്റ്റുകളും നിലം പതിച്ചു. ഇത്തരത്തിൽ ആർക്കും അധികം ആളഭയം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസം. ഇനി വരും മണിക്കൂറിലും ഈ മേഖലകളിലൊക്കെ തന്നെ അതിശക്തമായിട്ടുള്ള വേനൽ മഴ ലഭിക്കുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പുള്ളത്. ഏതായാലും ഇന്ന് മറ്റുള്ള 14 ജില്ലകളിലും, ഇതിൽ ഇടുക്കിയിലും വയനാട് മാത്രമാണ് ചൂട് അധികം ഉണ്ടാകാൻ ഉള്ള സാധ്യത കുറവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റുള്ള 14 ജില്ലകളിലും ഇന്ന് മഴ ലഭിക്കുമെന്നാണ്, അതായത് വേനൽ മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ്. കാരണം അല്പമെങ്കിലും വേനൽ ചൂട് അതികഠിനമാവുകയാണ്. ഏപ്രിൽ ഇപ്പോൾ പകുതിയാകുമ്പോഴേക്കും പല ഭാഗങ്ങളിലും അതികഠിനമായിട്ടുള്ള ചൂടാണ് രേഖപ്പെടുത്തുന്നത്. വീടിനകത്തു പോലും ഇരിക്കാൻ സാധിക്കാത്ത അത്രയും ചൂടാണ്. ഈ ഒരു സമയത്താണ് വേനൽ മഴ ആശ്വാസമായി ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ വയനാട് പല ഭാഗങ്ങളിലും ആലിപ്പഴ വർഷവും ഉണ്ടായിട്ടുണ്ട്. വരും മണിക്കൂറുകളിലും ഇനിയും അത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. തീരമേഖലയിലൊക്കെ തന്നെ അതിശക്തമായിട്ടുള്ള കാറ്റടിച്ചെങ്കിലും വലിയ നാശനഷ്ടവും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പലയിടങ്ങളിലും വീടുകൾക്ക് മുകളിൽ മരം വീണാണ് പല ഭാഗങ്ങളിലും കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ അതിശക്തമായിട്ടുള്ള കാറ്റ് വേനൽ മഴയ്ക്കൊപ്പം വരുന്നതും ഇത്തരത്തിലുള്ള നാശനഷ്ടങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യത അവിടെ കൂടുകയാണ്. ഏതായാലും അടിയന്തര സഹായം എത്തിക്കാൻ എല്ലാ ജില്ലാ ഭരണ നേതൃത്വവും ഇടപെടണമെന്ന മുന്നറിയിപ്പുകളുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിൽ അവിടെ ഏതെങ്കിലും സഹായങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ജില്ലാ ഭരണകൂടം അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്നും അറിയിച്ചിട്ടുണ്ട്. പല ഭാഗങ്ങളിലും ഇനിയും മഴ മുന്നറിയിപ്പുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം വേനൽ മഴ ചൂടിനൊരു ആശ്വാസമായിട്ട് വേനൽ മഴ എത്തുന്നതോടൊപ്പം കാറ്റും ഉണ്ട്, അതിശക്തമായിട്ടുള്ള കാറ്റാണ്, ഒപ്പം ഇടിമിന്നലും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് പല ഭാഗങ്ങളിലും നാശനഷ്ടങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. അതിനാൽ തന്നെ ജനങ്ങൾ ഇന്ന് 14 ജില്ലകളിലും മഴയ്ക്കുള്ള സാധ്യതയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതാണ്.